ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പൊ തോണി അവളുടെ കടവിൽ തന്നെ വന്നെടുത്തു അല്ലേ പോറ്റി സാറേ? അങ്ങനെ പൂർണ്ണമായി വന്നെടുത്തു എന്ന് പറയാറായിട്ടില്ല. ഒരു വിധത്തിലെല്ലാം കരക്കെത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മാനിപ്പുലേഷൻസ് ഒരുപാട് നടത്തിയിട്ടുണ്ട്. രജിസ്ട്രാർ അവന്തികയുടെ സ്വന്തം ആളായതുകൊണ്ടാണ് എല്ലാം ഇത്ര പെട്ടെന്ന് നടന്നത്. പക്ഷേ ഇതെല്ലാം അവളുടെ പേരിൽ തന്നെ വേണമായിരുന്നോ എന്നാണ് എന്റെ ഒരു സംശയം. അയ്യോ, മറ്റൊന്നും കൊണ്ടല്ല. അവളൊരു പെണ്ണല്ലേ. കയ്യിലേക്ക് വരാൻ പോകുന്നത് എത്ര കോടിയുടെ സ്വത്താണെന്ന് അറിയാലോ. ഇതൊക്കെ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ അവളെ കൊണ്ട് പറ്റുമോ എന്നാണ് എന്റെ സംശയം. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നേരത്തെ വിളിച്ചപ്പോ കോടതിയിൽ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞത്. ആ, ദേ എത്തി. എന്തായി കോടതിയുടെ കാര്യം? അതൊക്കെ പറയാം. പോറ്റി സാറേ, രജിസ്ട്രാർ തന്നയച്ച ഫയൽ എവിടെ? ദാ ഇപ്പോ നിനക്ക് സന്തോഷായോ? വരുന്ന വഴിക്ക് രജിസ്ട്രാർ എന്നെ വിളിച്ചിരുന്നു. അയാളും എന്നോട് ഇതന്നെ ചോദിച്ചു. പക്ഷേ എന്റെ സന്തോഷം പൂർണ്ണമാണെങ്കിൽ നെല്ലിശ്ശേരി വീട് ഇടിച്ചു പൊളിച്ച് തകർത്ത് തരിപ്പണാക്കണം. അത് കണ്ടാ മാത്രമേ എന്റെ മനസ്സ് നിറഞ്ഞെനിക്ക് സന്തോഷിക്കാൻ പറ്റൂ. അതിനി വലിയ താമസമില്ല. ഇതില് എവിടേക്കാ ഞാൻ ഒപ്പിടേണ്ടത്? അതിൽ അവന്തികയുടെ പേരെഴുതിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒപ്പിടണം. രജിസ്ട്രാറുടെ മുമ്പിൽ വെച്ച് ഒപ്പിടേണ്ടതാണ് ഈ ഡോക്യുമെന്റ്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. ആ രജിസ്ട്രാറെ അവന്തിക എങ്ങനെ വീഴ്ത്തി? പണം പച്ച വെള്ളം പോലെ വാരി ഒഴുക്കി. അയാൾക്ക് മാത്രമല്ല, ഓഫീസിലെ തൂണിനും തുരുമ്പിനും വരെ പണം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ ഈ ഡോക്യുമെന്റ്സ് എന്റെ വീട്ടിലെത്തിയത്. വക്കീലേ, ഈ കളി അവന്തിക ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാ. എന്റെ അച്ഛന് വേണ്ടിയുള്ള ബലിതർപ്പണമായത്. എല്ലാം നമ്മുടേതായി മാറാൻ പോവാ. അച്ഛനെ ചതിച്ചവർ അടിവേരിളകി വീഴാൻ പോവാ.